മക്കളെ ഈ കലം കണ്ടോ? ഈ കലം കുറച്ച് ദിവസത്തേക്ക് മുമ്പേ ഇവിടെ നമ്മൾ കുക്കറിലിട്ടാ ചോറ് വെക്കുക. കാരണം നാഴി എനിക്ക് മതിയല്ലോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും. എന്നാലും എനിക്ക് കലത്തിൽ വെക്കുന്ന മക്കളെ ഇഷ്ടം. അടുപ്പിലിട്ട് കലത്തിൽ വെക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇവിടുത്തെ മൺകലം അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞ് ഒരു മൺകലം വാങ്ങിച്ചോണ്ട് വരണേ. അങ്ങനെ ചെറിയ പോയപ്പോൾ അച്ഛൻ വാങ്ങിച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഞാൻ അടുപ്പിൽ വെച്ചില്ല കേട്ടോ. ഇതങ്ങ് വലിയ കലവുമാണ്. കണ്ടില്ലേ? ഈ കലം കണ്ടാൽ മൺകലമാണെന്ന് തോന്നുന്നു. ഞാൻ ഓർത്തേ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ പിന്നെ ഓട്ടുകലം, അതുപോലെ ചെമ്പ് കലം, കല്യാണത്തിനൊക്കെ സ്ഥിരം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പ്രസന്റേഷനാണ് ചെമ്പ് കലം. ഞാൻ ഓർത്തത് ചെമ്പ് കലമാണ്. കണ്ടില്ലേ? അതേ രീതിയിലുള്ള ചെയ്യുവാനാണ്. കണ്ടില്ലേ? നല്ല ഭംഗിയില്ല ഇത് കാണാൻ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കലം. ഇത് അടുപ്പിൽ വെക്കാൻ എനിക്ക് അങ്ങോട്ട് മടി. എന്നാലും ഞാനിത് നമ്മൾ ചോറ് വെച്ചല്ലോ, പട്ടിക്കൊക്കെ ചോറ് വെച്ച ആ കഞ്ഞിവെള്ളം ഇതിനകത്ത് ഒഴിച്ച് കലം ഒന്ന് മയത്തിയെടുക്കണം. നമ്മൾ എല്ലാവരും പറയും കലം മയത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പൊങ്കലിനൊക്കെ വാങ്ങിക്കുന്ന കലമൊന്നും മയത്തതില്ല, അത് നമ്മൾ ഉപയോഗിക്കുമല്ലോ. എങ്കിലും ഞാൻ അടുപ്പിൽ തീ കാണും, തീ അങ്ങ് പോകും. കാരണം അടുപ്പിൽ തീ കത്തി വരാൻ വലിയ പാടാണ് മക്കളെ. തീ കത്തി വന്നാൽ പിന്നെ ഭയങ്കര ചൂടുമാണ് അടുപ്പിന്. അപ്പോൾ നമ്മുടെ കുറേ വിറവും പോകും. അതേസമയം നമ്മൾ ഗ്യാസിൽ വെച്ചാൽ 10-15 മിനിറ്റ് നമുക്ക് ചോറ് വേവും കേട്ടോ. അധികം ഗ്യാസോ അതേസമയത്ത് അടുപ്പിൽ വെക്കുന്നത് നഷ്ടമാണ്. വിറവ് ഒത്തിരി ആവും, അത് ചൂടായി വരാൻ വലിയ പാടാണ്. അതുകൊണ്ട് അടുപ്പിൽ തീ ഉണ്ടാവുകൊണ്ട് ആ കഞ്ഞിവെള്ളം, ആ പട്ടിക്കൊരു 6 നാഴി അരിയിട്ടാണ് വെച്ചിരിക്കുന്നത് 2 ദിവസത്തേക്ക്. അപ്പോൾ ഇതിനകത്ത് ആ കഞ്ഞിവെള്ളം ഒഴിച്ച് ഞാനിതങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ച് കലം ഉദ്ഘാടനം. അപ്പോൾ ഞാനിത് വെക്കട്ടെ മക്കളെ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കലം ഇല്ലേ?